നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്ന് 2 പൈൽ വെക്കുന്നുണ്ട്. ഞാൻ കുറേ ദിവസമായി പൈൽ റീഡിംഗ് ഒക്കെ ചെയ്തിട്ട്. ഓക്കെ, നമുക്ക് ഇന്ന് 2 പൈലുണ്ട്. ഇന്നത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുള്ള സീക്രട്സ് എന്താ നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ എന്തെങ്കിലും കാര്യമായിരിക്കാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും അവരുടെ മനസ്സിൽ ഹിഡൻ ഡീപ്പ് സീക്രട്സ്. ഓക്കെ, നോക്കാം നമുക്ക്. 2 പൈലുണ്ട്. പൈൽ 1 യെല്ലോ ഡക്ക്. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ പൈല് പപ്പി ഡോഗി. ഓക്കെ, ചൂസ് ചെയ്തോളൂ. ആൻഡ് ഞാൻ പൈൽ 1 സ്റ്റാർട്ട് ചെയ്യും. പേഴ്സൻ്റെ ഹിഡൻ ഡീപ്പ് സീക്രട്സ്. അത് നിങ്ങളെ കുറിച്ചാണോ അതോ ഇപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു രഹസ്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? ഓക്കെ, ഒരുപാട് ലോങ് റീഡിങ് ആയിരിക്കില്ല, ജസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത് നോക്കാം. ഓക്കെ, പൈൽ 1 നമുക്ക് ചെയ്യാം. ഡക്ക് തുടങ്ങാം. ഡക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അവരുടെ ഹിഡൻ ഡീപ്പ് സീക്രട്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ രഹസ്യമായ ഡീപ്പ് സീക്രട്സ്. സീക്രട്സ് എന്ന് പറഞ്ഞു, അവരുടെ ചിന്തകളാണ് കാണുന്നത്. വെരി നൈസ്. ഓക്കെ, 6 of swords. Judgment. Strength. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ആദ്യം തന്നെ സീക്രട്ട് അവരുടെ മൈൻഡിൽ സീക്രട്ട് ആക്കിയിട്ട് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 2 ചോയ്സിൻ്റെ കാര്യമാണ്. ഓക്കെ, 2 പേര് തമ്മിലുള്ള ഒരു ചോയ്സാണ് അവർ ആലോചിക്കുന്നത്. അവരുടെ മനസ്സിൽ 2 വ്യക്തികളുണ്ട്, തേർഡ് പാർട്ടി ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയുമായിരിക്കാം, അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ അവരുടെ മൈൻഡിൽ എന്തോ കൺഫ്യൂഷൻ ഉണ്ട്. അതിപ്പോൾ നമ്മളിവിടെ ജനറലായിട്ട് പറയുന്നതുകൊണ്ട് ഞാൻ വേറെ തേർഡ് പാർട്ടി, അത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്ന് തന്നെ പറയുന്നില്ല. മേ ബി ഫാമിലി ആയിരിക്കാം. ഓക്കെ, ഫാമിലി, കരിയർ, എന്തോ ആവാം. ഓക്കെ, 2 കാര്യങ്ങളുടെ തമ്മിലുള്ള ചോയ്സ് എന്ന് പറയാം. ഒന്ന്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ, ഫാമിലി അഗ്രി ചെയ്യോ എന്നുള്ള തോന്നലായിരിക്കാം. ഓക്കെ, ആർക്ക് സമയം കൊടുക്കണം, ലൈക്ക് കരിയറിന് സമയം കൊടുക്കണോ, നിങ്ങൾക്ക് സമയം തരണോ, അങ്ങനത്തെ ചിന്തകളായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണോ, അത് ഒരുപാട് ജോലി തീർക്കാനുണ്ട്, ജോലികൾ ചെയ്യാനുണ്ട്, കരിയറിൽ മുന്നോട്ട് പോകണം, അപ്പോൾ അതിന് കോൺസെൻട്രേഷൻ കൊടുക്കണോ എന്നുള്ള തോട്ടായിരിക്കാം ചിലവർക്ക്. ഞാൻ പറഞ്ഞ പോലെ 2 വ്യക്തികളുണ്ടാവും, 2 പേര് അവരുടെ മൈൻഡിലുണ്ട്. അതിൽ ആരെ വേണം എന്നുള്ളൊരു ചോയ്സ്. ഓക്കെ, കുറച്ച് പേർക്ക് ഓൾറെഡി മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വേറെ റിലേഷൻഷിപ്പിൽ അവർക്ക് ഓൾറെഡി കമ്മിറ്റഡോ അല്ലെങ്കിൽ വേറെ ബന്ധങ്ങളോ ഉണ്ടാവാം. ഓക്കെ, സോ ആ ഒരു തോട്ടാണ് ഇവരുടെ മൈൻഡിൽ ഏറ്റവും ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഡീപ്പ് സീക്രട്ട്. അതാണ് അവരുടെ മൈൻഡിൽ ആ കൺഫ്യൂഷൻ നല്ല ഓണമുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ്. എന്ന് വെച്ചാൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ എടുത്ത് ചാടി ആക്ഷൻ എടുക്കണം എന്നൊക്കെ ഉണ്ട്, അവർക്ക് നിങ്ങളെ ചൂസ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ആ മൈൻഡിൽ ഒരു കൺഫ്യൂഷൻ വരികയാണ് അവർക്ക്. എനിക്ക് എടുത്ത് ചാടി ചെയ്തു കഴിഞ്ഞാൽ തെറ്റായി പോവോ, തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കരുത് എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ആരെയാണ് വേണ്ടത് എന്നുള്ളൊരു ചിന്തയാണ്. അതേ തന്നെയാണ് ആക്ച്വലി ഇവിടെ സ്ട്രെങ്ത് കാർഡും കാണുന്നത്. ഈ 2-ൽ നിന്ന് ഒരാൾ ആക്ച്വലി നല്ലതാണ്, ഒരാൾ അവരുടെ ലൈഫിൽ നല്ലൊരു വ്യക്തിയാണ്, അത് നിങ്ങളെ തന്നെയാണ്. ഓക്കെ, അത് ഡൗട്ടൊന്നും വേണ്ട. ഒന്ന്, നിങ്ങൾ നല്ല ഒരു വ്യക്തിയായിട്ട് അവരുടെ ലൈഫിലുണ്ട്. വേറൊന്ന് ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആവാം, ഫാമിലി ആവാം, എന്ത് തന്നെയായാലും. ഓക്കെ, അവർക്കറിയാം തെറ്റായ റോങ് ചോയ്സ് ആണ് എന്നവർക്കറിയാം. പക്ഷേ കറക്റ്റായിട്ടുള്ള കാര്യം ചൂസ് ചെയ്യാൻ ഓക്കെ അവർക്കൊരു സ്ട്രെങ്ത് ആവശ്യമുണ്ട്. സോ അവർ ആ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ആൻഡ് ഇവിടെ 6 of swords ആണ് മൂവിങ് ഫോർവേഡ്. അതായത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ എന്ത് തന്നെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ മറികടന്ന് നിങ്ങളെ ചൂസ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവരാഗ്രഹം അത് തന്നെയാണ്. കാരണം ജഡ്ജ്മെൻ്റ് ഉണ്ട് ഇവിടെ. അവർ ന്യായം ചെയ്യണം എന്ന രീതിക്ക് അവർക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചാലഞ്ചസ് ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, അതിനെ പക്ഷെ ഓവർകം ചെയ്ത് ന്യായമായത് ചെയ്യണം, നിങ്ങളെ ചൂസ് ചെയ്യണം എന്ന രീതിക്ക് തന്നെയാണ് അവരുടെ മൈൻഡിൽ ചിന്ത. പക്ഷേ എവിടെയോ അവർ നമ്മൾ പറയില്ലേ, ആ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു ലെവലിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ആൻഡ് ഇവിടെ ഡെത്ത് കാണുന്നുണ്ട്. ചില ചേഞ്ചസ്
വരാനുണ്ട്. ഓക്കെ, അതായത് ഇതിൽ നിന്നിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 2 സിറ്റുവേഷനിൽ ഒരു സിറ്റുവേഷൻ എൻഡ് ആവേണ്ടതുണ്ട്. അത് വിട്ട് കളയാനാണ് അവർക്ക് പറ്റാത്തത്. ഓക്കെ, അത് അവർ ശ്രമിക്കുന്നുണ്ട്, അവർക്ക് ആഗ്രഹമുണ്ട്, ഒന്നിനെ വിട്ട് കളഞ്ഞ് നിങ്ങളെ ചൂസ് ചെയ്യണം എന്ന രീതിയിൽ അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ അതിനുള്ള ഒരു സ്ട്രെങ്ത് അവർ ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇത് ബ്ലാക്ക് ആണ് ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എല്ലാത്തിലും നമ്മൾ അങ്ങനെ കാണുമ്പോൾ റെപ്രസെൻറ്റേഷൻസ് ഇതിൽ അതൊക്കെ ജസ്റ്റ് ഇത് കണ്ടാൽ മതി. നിങ്ങൾ റീഡിങ്ങോ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പിക്ചേഴ്സ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വൈറ്റ് ഉണ്ട് ഇവിടെ, വൈറ്റിൻ്റെ അടുത്തേക്കാണ് ഇവിടെ നടന്നു വരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ ലേഡീസ് ആൻഡ് ജെൻസ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക. ഓക്കെ, ബ്ലാക്ക് ആണ് ഇവിടെ ബാക്കിൽ വീണ് കിടക്കുന്നത്. ഓക്കെ, സോ അവർക്ക് നല്ലതല്ലാത്തത് ഉപേക്ഷിച്ച് വിട്ടുകളഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് നല്ലതിനെ ചൂസ് ചെയ്ത് അവർക്ക് വരണം. അവർക്കറിയാം അവരുടെ ലൈഫിൽ അവർ ചില കാർമിക് സിറ്റുവേഷനിൽ പെട്ടിരിക്കുന്നവരായിരിക്കാം. ഓക്കെ, ആ കാർമിക് സിറ്റുവേഷൻ ഓവർകം ചെയ്യണം എന്നവർക്കറിയാം. അത് എൻഡ് ചെയ്യണം. അതിനുള്ള സ്ട്രെങ്ത് അവർ ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ആൻഡ് ഇവിടെ വേൾഡ് കാർഡും ഉണ്ട്, ഡ്രീം കം ട്രൂ. അവർക്ക് നിങ്ങളെ ചൂസ് ചെയ്യണം എന്നാണ്. ഓക്കെ, വേറെ എല്ലാ സൈക്കിൾസും എൻഡ് ചെയ്ത് അവരുടെ ലൈഫിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എൻഡ് ചെയ്ത് നിങ്ങളെ ചൂസ് ചെയ്യണം എന്നാണ് അവർക്ക് കാണുന്നത്. ഓക്കെ, അവരെ മനസ്സിലെ ആഗ്രഹം ഡീപ്പ് സീക്രട്ട്. പക്ഷേ ഈ ഒരു ചോയ്സ് എടുത്ത് ആക്ഷൻ എടുക്കാനുള്ള ഒരു ഡിലേ, അതാണ് ഇവിടെ നമുക്ക് ടൈം ഡിലേ ഉള്ളത്. ഓക്കെ, നിങ്ങൾ പേഴ്സണെ നിങ്ങളെ ചൂസ് ചെയ്യണം എന്ന് തന്നെയാണ് ഡെഫിനറ്റ്ലി. ഓക്കെ, അവർക്ക് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം. നിങ്ങൾ തമ്മിൽ എൻഡ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ ചൂസ് ചെയ്യണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ഡിലേ ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. പക്ഷേ ഐ തിങ്ക് ഇവിടെ യൂണിവേഴ്സായിട്ട് ചിലത് തീരുമാനിക്കും, ചില അവർക്ക് കാണിച്ചു കൊടുക്കും ചില കാര്യങ്ങൾ. ഓക്കെ, ആരാണ് നല്ലത്, അല്ലെങ്കിൽ ആരാണ് അവരുടെ ലൈഫിൽ മീൻസ് എന്താണ് അവർ ചൂസ് ചെയ്യേണ്ടത് എന്ന്. ഫാമിലി ആയാലും ശരി കേട്ടോ. ഓക്കെ, ഫാമിലി ആയാലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് വേറെ ആരെങ്കിലും ഇടയിൽ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടെങ്കിലും ശരി, ആരെ കേൾക്കണം, ആരെ കൂടെ നിൽക്കണം എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും യൂണിവേഴ്സ്. വിപ്പ്, മൗണ്ടൻ, ഫിഷ്, ഹാർട്ട് ആൻഡ് ബുക്ക് ഉണ്ട് ഇവിടെ. വെരി ഗുഡ്, ഹൗസും ഉണ്ട്. ആസം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ, നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് തേർഡ് പാർട്ടി കോസ് ചെയ്തായിരിക്കും ഇഷ്യൂസ്. നിങ്ങളെപ്പറ്റി ഗോസിപ്പ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അങ്ങനത്തെ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവാം. ഒരു മൗണ്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ബ്ലോക്കേജസ് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ തടസ്സങ്ങൾ, ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ അതിനെ മറികടന്ന്, പക്ഷെ ഇനി നിങ്ങൾക്ക് ലക്ക് വരുന്നു എന്നാണ്. ഫിഷ് എപ്പോഴും നമ്മൾ ലക്കാണ് പറയാം, മണി കാര്യങ്ങളും പറയും, ബട്ട് അത് മാത്രമല്ല ലക്ക് എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ ബെറ്റർ ആയിട്ട് വരുമെന്നാണ് കാണുന്നത്. ആൻഡ് ഇവിടെ ഹാർട്ട് ഉണ്ട് ഡെഫിനറ്റ്ലി. സോ നിങ്ങൾ തമ്മിൽ വീണ്ടും അടുക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ ഡീപ്പ് സീക്രട്ട് എന്ന് പറഞ്ഞത് അവർ ആ ഒരു ചോയ്സ് എടുക്കാനുള്ള അവരുടെ ഒരു ശ്രമം. ഓക്കെ, അത് അവർ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, അവരുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളത്. ബട്ട് അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ്, ഫൈനലി നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ബുക്ക് ഉണ്ട് ഇവിടെ, ഹൗസ് ഉണ്ട് ഇവിടെ. സോ ഇതൊക്കെ ഒരു മാരേജിനെ റെപ്രസെൻറ്റ് ചെയ്ത് നമുക്ക് പറയാം. നമ്മൾ ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ലോ പ്രകാരം എന്ന രീതിക്കൊക്കെ എടുക്കാം. ഓക്കെ, ലോ പ്രകാരം ശരിക്കും ചെയ്യേണ്ട ന്യായമായിട്ടുള്ള നിങ്ങളുമായിട്ട് സാധിക്കുന്നവർ നിങ്ങളുമായിട്ട് പ്രോപ്പർ മാരേജ്, കമ്മിറ്റ്മെൻറ്റ് അങ്ങനെ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് 4 ആണ്, നമ്മുടെ 4 ഓഫ് വാൻസിൻ്റെ കാർഡാണ്. ഓക്കെ, ഹൗസ്, വീട്, ഫാമിലി, മാരേജ് എന്നൊക്കെ എടുക്കാം. പറ്റുന്നവർക്ക് നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യും എന്ന രീതിക്കെങ്കിലും എടുക്കാം. നിങ്ങളോട് സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളോട് തന്നെയാണ് ഫീലിങ്സ്. ഓക്കെ, അവർ നിങ്ങളെ ചൂസ് ചെയ്യാൻ അവർ നിങ്ങളെ തന്നെ ചൂസ് ചെയ്യും എന്നാണ്. ഓക്കെ, സോ പൈൽ 1കാർക്ക് ഇതാണ്. ഞാൻ പൈൽ 2ലേക്ക് മൂവ് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലെ സീക്രട്ട് നന്നായിട്ട് ഓക്കെ. സെക്കൻഡ് പൈൽ, പപ്പി ചൂസ് ചെയ്ത, ഡോഗി ചൂസ് ചെയ്ത ആൾക്കാർക്ക്, നായ്ക്കുട്ടി ചൂസ് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് എന്താ കാണുന്നത് നോക്കാം. സെക്കൻഡ് പൈൽ, നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ ഇരിക്കുന്ന ഡീപ്പ് ഡാർക്ക് ഹിഡൻ സീക്രട്ട്. ഓക്കെ, ഡീപ്പ് സീക്രട്ട്, ഹിഡൻ സീക്രട്ട് എന്താണ് അവരുടെ മനസ്സിലിരിക്കുന്ന രഹസ്യം നമ്മൾ കണ്ടുപിടിക്കാം. Okay, let's see. Wow. Queen of Cups, 9 of Swords. Death card, not one, that's okay. 5 of Pentacles. And the Lovers card.
ഓക്കെ, ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൂടെ കുറച്ച് കാർഡ്സ് എനിക്ക് ആവശ്യം തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ്, സോറി. ഓക്കെ, പേജ് ഓഫ് സോർഡ്സ് ആൻഡ് ദ സൺ. ഓക്കെ, വെരി ഗുഡ്. ആൻഡ് മജീഷ്യനും ഉണ്ട് ഇവിടെ ബോട്ടം. ഓക്കെ, വെരി ഗുഡ്. ആവശ്യമില്ല, ഇത് മതി. ഇവിടെ എനിക്ക് കാണുന്നത് ഓക്കെ, നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി കാണാം. ഓക്കെ, എന്തെങ്കിലും അകൽച്ച വന്ന് കാണാം, സെപ്പറേഷൻ വന്ന് കാണാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ വളരെ നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു, നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, സോൾമേറ്റ് കണക്ഷൻ ആണ്. ഓക്കെ, പക്ഷേ ഐ തിങ്ക് എന്തോ ഒരു പേരിൽ എന്തെങ്കിലും സിമ്പിൾ കാര്യമാണെന്ന് തോന്നുന്നു. ഇവിടെ വലിയ മേജർ ഇഷ്യൂസ് ആയിട്ടൊന്നും എനിക്ക് കാണുന്നില്ല. വേറെ തേർഡ് പാർട്ടി എനർജി ഒന്നും ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. എന്തെങ്കിലും സത്യം പറഞ്ഞാൽ ഇവിടെ എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. ഓക്കെ, 9 ഓഫ് സോർട്സ് കാണുന്നുണ്ട്. ഓക്കെ, 9 ഓഫ് സോർട്സ് ആൻഡ് ഡെത്ത് കാണുന്നുണ്ട്. ഓക്കെ, ഓവർ തിങ്കിങ് കാണുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളുടെ പേഴ്സൺ 5 ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോൾ നിങ്ങളെ വിട്ടു പോവോ എന്നുള്ള നിങ്ങളുടെ പേടിയായിരിക്കാം. ഓക്കെ, കാരണം ഇവിടെ എനിക്ക് വേറെ ഒരു തരത്തിലും ഒരു നെഗറ്റീവ് എനർജി എനിക്ക് വരുന്നില്ല. ഓക്കെ, നിങ്ങളുടെ പേടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോവോ എന്നുള്ള പേടിയാണ് നിങ്ങൾ. ഓക്കെ, അത് പേഴ്സൻ്റെ ഡീപ്പ് സീക്രട്ട് ആണ്. ഓക്കെ, മേ ബി അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, സോറി, ഐ തിങ്ക് അവർക്ക് തോന്നുന്നുണ്ട് ദാറ്റ് നിങ്ങൾ അവരെ വിട്ടു പോവുമെന്ന്. ഓക്കെ, അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു പേടിയുണ്ട് എപ്പോഴും നിങ്ങളെക്കുറിച്ച്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്. ബട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ എവിടെയോ ആ ഒരു ഫിയർ കിടക്കുന്നുണ്ട്, നിങ്ങൾ അവരെ വിട്ടു പോവോ എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മേ ബി അവർ ഒരു അകൽച്ച വെച്ച് നിൽക്കുന്നുണ്ടാവാം. കാരണം ഈ പേടികളും ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ഒരുപാട് കെയറിങ് പേഴ്സൺ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ബട്ട് അവർക്ക് തോന്നുന്നത് ഇടയ്ക്കിടയ്ക്ക് അവർക്കൊരു പേടിയാണ് അവരുടെ മനസ്സിൽ, നിങ്ങൾ അവരെ വിട്ടു പോവോ എന്നുള്ളത്. ലവർ എനർജി ഉണ്ട്. മേ ബി നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള തോന്നലായിരിക്കാം, ഡൗട്ട്സ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അത്രയും ആക്ച്വലി കണക്ഷൻ ആണ്, ബട്ട് അവർക്ക് മേ ബി ഒരു ഡൗട്ട് ഉണ്ടാവും ദാറ്റ് നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടോ. കാരണം ഇവിടെ സ്റ്റോക്കിംഗ് എനർജി കാണുന്നുണ്ട് എനിക്ക്. അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് എവിടെയോ അവർക്ക് ഒരു പേടി, ഐ തിങ്ക് അവരുടെ ഉള്ളിൽ ആ ഒരു പേടി, ഫിയർ ദാറ്റ് നിങ്ങൾ അവരെ വിട്ടു പോവോ എന്നുള്ളൊരു പേടി. ഓക്കെ, ഇവിടെ സൺ കാർഡ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ പോസിറ്റീവായിട്ടാണ് എനർജി കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ വളരെ ഹാപ്പി തന്നെയാണ്. പക്ഷേ മേ ബി അവരെ മനസ്സിലെ ഡീപ്പ് സീക്രട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അവരെ മനസ്സിൽ എപ്പോഴും ഒരു ടെൻഷൻ ഇതാണ് ദാറ്റ് നിങ്ങൾ അവരെ വിട്ടു പോവോ എന്നുള്ളത്, അങ്ങനെ പറയാം. ഓക്കെ, ഐ തിങ്ക് ഇതിവിടെ ശരിക്കും സംഭവിക്കുന്ന കാര്യമല്ല, ബട്ട് ഐ തിങ്ക് അവരുടെ മനസ്സിൽ എവിടെയോ എപ്പോഴും ഒരു പേടിയാണ്, നിങ്ങൾ അവരെ വിട്ടിട്ട് വേറെ ആരെങ്കിലും ചൂസ് ചെയ്യോ എന്നുള്ളൊരു പേടി. ഓക്കെ, ഇതിപ്പോൾ ലേഡീസ് ആവണമെന്നില്ല. ഓക്കെ, നിങ്ങൾ ജെൻസ് ആയാൽ സോറി, നിങ്ങൾ ജെൻസ് വാച്ചിങ് ആണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ലേഡിക്ക് തോന്നൽ എപ്പോഴും അതാണ് എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യുന്ന ആരെങ്കിലും വന്നാലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും കിട്ടിയാലോ, നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിൽ പോയാലോ എന്നൊക്കെ നിങ്ങളുടെ ലേഡീസിന് തോന്നലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ലേഡീസ് വാച്ചിങ് ആണെങ്കിൽ സെയിം തിങ്. ഓക്കെ, മനസ്സിലാക്കുക. ഇതൊരു ചെറിയ കൺഫ്യൂസിങ് ആണ്. അവരെ മൈൻഡിൽ ഐ തിങ്ക് ആ ഒരു പേടി വല്ലാതെ കിടക്കുന്നുണ്ട്. സ്ട്രെങ്ത് ശരിക്കും അവർക്ക് തോന്നുന്നത് നിങ്ങൾ അവരെ വിട്ടു പോവോ എന്നുള്ള തോന്നലാണ്. ഓക്കെ, അവരുടെ മനസ്സിൽ ആ ഒരു പേടി വല്ലാതെ കിടക്കുന്നുണ്ട്. വാവ്, സീരിയസ്ലി. കിങ് ഓഫ് കപ്സ് ദേ ഇവിടെ വീണ്ടും. മൈ ഗോഡ്. ഓക്കെ, അവരാഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ശരിക്കും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് തന്നെയാണ്. ഓക്കെ, ഇവിടെ ഓക്കെ, നിങ്ങളുടെ അടുത്ത് നിന്ന് അകൽച്ച അവർ വെക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് ഈ പേടി കൊണ്ടാണ്. എന്നിട്ട് അവർക്ക് എവിടെയോ ഒരു പേടിയാണ് എന്നിട്ട് നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിട്ടു പോവോ എന്നുള്ള തോന്നലാണ്. എനിക്ക് കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ അത്രയും ലൈക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, സോൾമേറ്റ് കണക്ഷൻ ആണ്. നിങ്ങളോട് ഫീലിങ്സ് അവർക്ക് ഒരുപാടുണ്ട്. അവർക്ക് മേ ബി നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവാം. ഓക്കെ, അതറിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് ഈ ഒരു ടെൻഷൻ. എന്നിട്ട് നിങ്ങൾ അവരെ ചൂസ് ചെയ്യുമോ അതോ നിങ്ങൾ വേറെ ആരെങ്കിലും ചൂസ് ചെയ്ത് പോവോ എന്നുള്ളൊരു പേടി. എനിക്ക് ഇവിടെയും സ്ട്രെങ്ത് കാർഡ് ഫസ്റ്റ് പൈലും വന്നിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് പൈലും ഉണ്ട്. മേ ബി ആക്ച്വലി ഡെത്തും ഉണ്ടായിരുന്നു നേരത്തെ. ഓക്കെ, എനിവേ നിങ്ങൾ അവരെ ചൂസ് ചെയ്യുമോ അതോ നിങ്ങൾ വേറെ ആരെങ്കിലും ചൂസ് ചെയ്ത് പോവോ എന്ന് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ഒരു പേടി പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർക്ക് ടെൻഷനാണ്. എന്നിട്ട് നിങ്ങൾ വേറെ നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ മാരീഡ് ആയിരിക്കാം. ഓക്കെ, ബട്ട് എവിടെയോ അവർക്കൊരു പേടി ഇതായിട്ട് നിങ്ങൾ വിട്ടു പോവോ എന്നുള്ളൊരു പേടി. 8 ഓഫ് കപ്സ് വാക്കിംഗ് അവേ ആണ്. അവർക്ക് എപ്പോഴും തോന്നില്ല നിങ്ങൾ അവരെ വിട്ടു പോകും, ഉപേക്ഷിച്ച് പോകും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. സോറി, അങ്ങനെ നിങ്ങളുടെ അടുത്ത് മാറി അവർ സപ്പോസ് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ജസ്റ്റ് അവരുടെ പേടി കൊണ്ടാണ്. ഈ ഒരു കൺഫ്യൂഷൻ അവർക്ക് 2 ഓഫ് വൺസ് ആണ്, കൺഫ്യൂഷനാണ്. അവർക്ക് എപ്പോഴും തോന്നല, ഒരു മനസ്സിലൊരു പേടി അവർക്ക്. ചിലപ്പോൾ അത് കാരണം അവരുടെ ബിഹേവിയർ ചിലപ്പോൾ പലപ്പോഴും മാറി നിൽക്കുന്നൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ പേഴ്സൺ നിങ്ങളോട് ശരിക്കും സ്നേഹമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ബട്ട് ഇവിടെ പേജ് ഓഫ് സോർട്സ് ഉണ്ട്. അവർ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ നിങ്ങളെ വാച്ച് ചെയ്യുകയാണ്. അവർക്ക് നിങ്ങളുമായിട്ട് ശരിക്കും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹം. പക്ഷെ അവർക്ക് തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഈ ഒരു പേടി കാരണം. ഓക്കെ, ഐ തിങ്ക് ശരിക്കും ഇന്നത്തെ ഈ ഒരു റീഡിങ് വല്ലാത്തൊരു ഇതായിപ്പോയി. അവർക്ക് പേടി നിങ്ങൾ വിട്ടു പോകുന്നതാണ്. അപ്പോൾ ചിലവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ ജസ്റ്റ് ഒരു ഇതിൽ കാർഡിൽ വന്നതല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് തോന്നൽ
ഐ മീൻ ഇങ്ങനെ ഒരു ഫീലിംഗ് ഉള്ളവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ അവർ കുറച്ച് മാറി നിൽക്കും. അവരുടെ ഫീലിങ്സ് ഫുള്ളി എക്സ്പ്രസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വലുത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, പേഴ്സൺ ഓൾറെഡി നിങ്ങളെ വിട്ട് മാറിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് പേടി കൊണ്ടാണ്, എന്നിട്ട് നിങ്ങൾ അവരെ വിട്ട് പോകുമെന്ന്. അല്ലെങ്കിൽ അവരുടെ പാസ്റ്റിൽ എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടാവാം, എന്നിട്ട് അവർക്ക് അങ്ങനെ പല കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവാം. ഓക്കെ, അതാണ് അവരുടെ മൈൻഡിൽ സീക്രട്ട് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളോട് ഒരുപാട് സ്നേഹം തന്നെയാണ്, ശരിക്കും നല്ല സ്നേഹം തന്നെയാണ്, നിങ്ങളുമായിട്ട് ഒന്നിച്ച് വേണം എന്ന് തന്നെയാണ് അവർക്ക് കാണുന്നതെല്ലാം. ഓക്കെ, ബട്ട് അവർക്ക് എവിടെയോ പേടിയാണ്, എന്നിട്ട് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി അവരുള്ളിൽ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ അത് കാരണം അവർ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുമ്പോൾ ഒരല്പം നിങ്ങൾക്ക് തോന്നാമേ ഇവർക്ക് ഇഷ്ടമില്ലേ സ്നേഹമില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ബട്ട് അത് അങ്ങനെയല്ല, അവർക്ക് ആക്ച്വലി നിങ്ങൾ വിട്ടു പോകുക എന്നുള്ള പേടിയാണ്. അതാണ് അവരുടെ മൈൻഡിൽ അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നത്. അവർ പക്ഷെ അത് കാണിക്കുന്നില്ല, അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അവർക്ക് എവിടെയോ ഒരു പേടിയുണ്ട് കേട്ടോ, ഇൻസെക്യൂരിറ്റി ഉണ്ട് അവർക്ക് ഒരുപാട്. അതാണ് അവരുടെ മനസ്സിലെ സീക്രട്ട്. ഓക്കെ, ഇത് ആർക്കൊക്കെ മാച്ച് ആവുമെന്ന് എനിക്കറിയില്ല, ബട്ട് എനിവേ. സ്റ്റോക്ക് ഹൗസ്, ഓക്കെ, സ്പൈലും വന്നിരുന്നു. ക്ലൗഡ്സ്, ഞാൻ ഇത്ര കാർഡ്സ് എടുത്തില്ല. ചൈൽഡ്, ഓക്കെ. ആൻഡ് ഹാർട്ട്, ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളോട്. ഓക്കെ, ബട്ട് പ്രശ്നം എന്താണ്, മേ ബി ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾ മാരീഡ് ആയിരിക്കാം. ഓക്കെ, അതുകൊണ്ടായിരിക്കാം. അവർ സിംഗിൾ ആവാം, അല്ലെങ്കിൽ അവർ മാരീഡും ആവാം, അല്ലെങ്കിൽ ബട്ട് ഐ തിങ്ക് നിങ്ങളെ കൂടുതലും മാരീഡ് അങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തോന്നുന്നുണ്ടാവും എന്നിട്ട് അവരെ ചൂസ് ചെയ്യാതെ നിങ്ങൾ വിട്ടു പോവോ എന്നൊരു പേടി അവർക്ക് ഉണ്ടാവും. ഓക്കെ, ഇവിടെ സ്റ്റോർക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗുഡ് ന്യൂസിൻ്റെ കാര്യമാണ്. ചിലവർക്ക് നിങ്ങളുമായിട്ട് ഫാമിലി വേണം എന്നാണ് ആഗ്രഹം. കുട്ടികളും ഫാമിലിയുമായിട്ട്, വീടായിട്ട് വേണം, ഫാമിലി ആയിട്ട് വേണം എന്ന രീതിയിലാണ്. ഓക്കെ, ക്ലൗഡ്സ് ഉണ്ട്, നിങ്ങളുടെ ഇടയിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ട്, ചില കാര്യങ്ങൾ ക്ലാരിറ്റി. ഐ തിങ്ക് ഈ ഒരു ഡൗട്ട് ആയിരിക്കും അവരുടെ മനസ്സിൽ. ഓക്കെ, ഡൗട്ട്, അവരുടെ മനസ്സിലൊരു പേടി, അങ്ങനത്തെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. പക്ഷെ അത് ക്ലിയർ ആയി വരും. ഓക്കെ, കീ ഉണ്ട് ഇവിടെ. നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് സൊല്യൂഷൻ വരും. നിങ്ങൾ തമ്മിൽ എന്ത് തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും അതിന് ഒരു സോൾവ് ആയി കിട്ടും. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം, മെയിനായിട്ട് എനിക്ക് അതാ തോന്നുന്നത്. ഓക്കെ, അവർക്ക് ആ ഒരു ഡൗട്ട് അവരുടെ കിടക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ മാരീഡ് ആണ്, അങ്ങനത്തെ വല്ല സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളൊന്ന് ഐ തിങ്ക് അത് ക്ലിയർ ചെയ്യാനുണ്ട് നിങ്ങൾ തമ്മിൽ. ഐ ഡോണ്ട് നോ. അല്ലാത്തവർക്ക് നിങ്ങളുമായിട്ട് ഫാമിലി വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ബട്ട് ഈ ഒരു മൈൻഡ് കുറച്ച് അവർ ക്ലൗഡഡ് ആണ്, കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, അവർക്കൊരു ഫുള്ളി ഒരു ഇത് കിട്ടുന്നില്ല അവരുടെ മനസ്സിൽ. ഓക്കെ, സോ അവർ അതിൻ്റെ ഒരു ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഐ തിങ്ക് അവർ നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെൻ്റ് ആണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവർക്ക് ഒരു ഉറപ്പില്ല, എന്നിട്ട് നിങ്ങൾ അവരെ കൂടെ നിൽക്കുമോ അതോ വിട്ടു പോവോ എന്നൊക്കെ ഉള്ളൊരു പേടികളാണ് അവരുടെ ഉള്ളിൽ. ഓക്കെ, ബട്ട് നിങ്ങൾ തമ്മിൽ കാര്യങ്ങൾ ശരിയാവും, ബെറ്റർ ആവും, സൊല്യൂഷൻസ് കിട്ടും നിങ്ങൾ തമ്മിൽ എന്നാണ് കാണുന്നത്. ഓക്കെ, നല്ല റീഡിങ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.